നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൻ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി അങ്ങനെ 5K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്, കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ 5K റീച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു മധുരത്തിൻ്റെ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആവാമെന്ന് തോന്നി. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് റവ കേസരിയാണ്. കേസരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ, കാരണം ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വീട്ടിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റവ കൊണ്ടുള്ള കേസരി തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കേസരി ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് കറക്റ്റ് ഇതൊരു 1 കപ്പ് റവയാണ്. പിന്നെ ഇത് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ ഇതൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു നുള്ള് കളർ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റെഡ് കളറാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റവ കേസരി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് കേസരി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് റവയൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് 1 ടീസ്പൂൺ നെയ്യ് ഈ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ നെയ്ക്കകത്താണ് റവ ഞാൻ വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റവ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് 2-3 മിനിറ്റ് ഇതിൻ്റെ റവയുടെ നിറമൊക്കെ ഒന്ന് മാറും. ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ നമ്മൾ റവയെല്ലാം വറുത്ത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ പാനിൽ തന്നെ ഞാനൊരു കറക്റ്റ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഈ 1 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് 250 ml ആണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ റവ അളവിനെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം വേണം. നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റ് 1 കപ്പ് റവയാണ് എടുത്തത്. അപ്പോൾ കറക്റ്റ് ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റവ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, കറക്റ്റ് 1.5 കപ്പ്, അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കട്ട കെട്ടാത്ത മാതിരി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റവയും പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, ആദ്യം നമ്മളൊരു 1 ടീസ്പൂൺ നെയ്യിലല്ലേ റവ വറുത്തെടുത്തത്. ഇനി ബാക്കിയിരിക്കുന്ന നെയ്യ് മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള് കളർ ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. എന്നിട്ട് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കരുത്. ഇപ്പം തന്നെ നമ്മുടെ കേസരി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആദ്യം ഒരു നല്ലൊരു ലിക്വിഡ് ടൈപ്പായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളറ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ, അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേസരിയൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഇരുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ഈ ഒരു പരുവത്തിന് ആയി വരണം. ഇതാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുവാണ്. തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം.
ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഇല്ലേ, അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഒരു കറക്റ്റ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മളത് വറുക്കാനായിട്ട് പോകുന്നത്. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേസരിയിലോട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് കിസ്മിസൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിടണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ കുറച്ച് മാറ്റി വെക്കണം, എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ചൂട് മാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.